അവരെ ഇന്നത്തെ കാഴ്ചയിലേക്ക് സ്വാഗതം. ഇതൊരു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ്. എന്ത് മനോഹരമായൊരു പ്രദേശം. നീലവാനവും ചെമ്മൺ പാതയും ആ പച്ചിലക്കാടും എന്ത് രസമാ. ഇളം കുളിർക്കാറ്റും. വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ. പക്ഷെ ഇന്ന് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. 2 വർഷമായിട്ടേ ഉള്ളൂ അവിടെ പോകാൻ തുടങ്ങിയിട്ട്. വയനാട് ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. കാണാത്ത കുറേ മനോഹരമായ സ്ഥലങ്ങളിൽപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് വികസിച്ചു, ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നു. ആ പ്രദേശം ഒന്ന് ആളറിയുമ്പോഴേക്കും അതിൻ്റെ രൂപമാകെ മാറി. എൻ്റെ പ്രിയ സുഹൃത്തുണ്ട് അവിടെ, അവനെല്ലാം പറഞ്ഞു തരും. ഇത് ഈ കാണുന്ന മലയൊക്കെ ഇതാണ് പിന്നെ അരണമല വരുന്നത്. അരണമല ഇത് വെള്ളരിമലയാണ്. ഈ ഭാഗം വെള്ളരിമലയാണ്. വെള്ളരിമലയെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് വയനാട് ടണൽ വരുന്നത്. പിന്നെ ഇത് വെള്ളരിമലയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മസ്തകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാവുൽമലയുടെ ടോപ്പാണ് അവിടെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഊട്ടി മലനിര വരിക. എവിടെയാണ് അതാ കാണുന്ന ബോർഡർ ലൈൻ കാണുന്നുണ്ട്. ഫുള്ളൊരു ബോർഡറായിട്ട് ഒരു ഒറ്റ സമതലം പോലെ കാണുന്നില്ലേ, അത് ഊട്ടിയാണ് ടോപ്പ് വരുന്നത്. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഗൂഡല്ലൂർ സൈഡ് വരും. പിന്നെ ചേരമ്പാടി, അയർലി ചേരമ്പാടി വരും. ചേരമ്പാടി അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന അതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. ശരിക്കും മീൻമുട്ടി വെള്ളച്ചാട്ടം 8 വർഷമായിട്ട് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്നത്. അത് കൂടാതെ തന്നെ കലക്കമ്പുഴ, ഈ പുഴകൾ, പിന്നെ സൂചിപ്പാറന്ന് വരുന്ന ഈ ചാലിയാറ് ആ കാണുന്ന ചെറിയത് ആ കനാല് പോലെ കാണുന്നതാണ് ചാലിയാറ്. ഇത് താഴെ കാണുന്ന ചാലിയാറിലേക്ക് വരുന്ന മെയിൻ പുഴകൾ അരുണപ്പുഴ, ചൂരൽമലയിൽ നിന്ന് വരുന്ന പുഴ വരുന്നുണ്ട്, നെല്ലിമുണ്ടയിൽ നിന്ന് വരുന്ന പുഴ വരുന്നുണ്ട്, കാന്തമ്പാറ, അതേപോലെ മീൻമുട്ടി, ചോലാടിപ്പുഴ, ആ കണ്ണാണ് ചോലാടിപ്പുഴ. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ചാലിയാർ ഉണ്ടാകുന്നത്. ഇത് കാന്തമ്പാറയാണെന്ന് തോന്നുന്നത്. ബാണാസുര ഈ വെള്ളച്ചാട്ടം ഏതാണ്? ബാണാസുര ഹില്ലാണ് ആ കാണുന്നത്, ലോങ് കാണുന്നില്ലേ. ഈ വെള്ളച്ചാട്ടം ഏതാണ്? ഇത് ആ വെള്ളച്ചാട്ടല്ലേ, അത് മീൻമുട്ടിയാണ്. ബാണാസുര ഈ ഭാഗത്തേക്ക് എടക്കൽ കേവ്സ് അല്ലേ? എടക്കൽ കേവ്സ് വരുന്നത് ആ ഒരു ടോപ്പ് കാണുന്നില്ലേ, ആ ടോപ്പ് അതാണ് അമ്പൂത്തിമല. അതിൻ്റെ ഉള്ളിലാണ് എടക്കൽ കേവ്സ് വരുന്നത്. ഇത് അമ്പലവയൽ ടൗണിൻ്റെ പുറകെ കിടക്കുന്ന കുന്നാണ് അതാ കാണുന്നത്, ഒരു പാറ കാണുന്നില്ലേ. ഓക്കെ. ഗാലറിയിൽ നിന്ന് കിട്ടിയൊരു പഴയ വീഡിയോ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ പ്രദേശം. ഇനി ഈ പ്രദേശം കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അടുത്ത പ്രദേശമായ മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഒക്കെ തന്നെ ഇന്നില്ല. അതൊക്കെ ഒരു ദുരന്ത ഭൂമിയായി മാറി. ചാലിയാർ പുഴ, അവൻ കാണിച്ചു തന്ന ആ ചാലിയാർ പുഴ ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരവുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. ഇവിടത്തേക്ക് വരുമ്പോൾ ചൂരൽമല അങ്ങാടിയിലെ ആ പാലവും കടന്നിറങ്ങുമ്പോൾ ആ അമ്പലത്തിലെ മനോഹരമായ പാട്ട് കേൾക്കാമായിരുന്നു. ഇന്ന് ആ പാട്ട് കേൾക്കാൻ ആ അമ്പലം തന്നെയില്ല. എത്ര മനോഹരമായ ഒരു പ്രദേശം, സ്വർഗതുല്യമായ ആ പ്രദേശം. ഈ കാണുന്ന കാഴ്ചകളിൽ പലതും ഇന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു മനോഹര കാഴ്ചകൾ ദൃശ്യങ്ങളായി അല്ലെങ്കിൽ മനസ്സിൽ പതിനുണ്ടാവും എപ്പോഴും. എന്തായാലും ഇന്നെൻ്റെ കാഴ്ചകൾ കണ്ടാസ്വദിച്ച് പ്രിയപ്പെട്ടവരെ ഒരു നൊമ്പരപ്പെടുന്ന കാഴ്ച തന്നെയാണ്. തൽക്കാലം നിർത്തട്ടെ.